ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയപ്പോൾ പതിവ് പോലെ കൊച്ചി കണ്ണമാലി തീരത്ത് കടൽക്ഷോഭം അതിരൂക്ഷമായി. കടൽക്ഷോഭത്തിനു ശേഷം കൊച്ചി കണ്ണമാലി തീരത്ത് സംഭവിച്ച അനിഷ്ട സംഭവങ്ങളും അവരുടെ ദുരിതങ്ങളും ഷെഗ്യാന ന്യൂസിലൂടെ അന്വേഷിക്കുകയാണ്. പതിവിലും നേരത്തെ കാലവർഷം എത്തിയപ്പോൾ പിന്നാലെ കണ്ണമാലി തീരദേശ മേഖലയിൽ കടൽക്കയറ്റവും ആരംഭിച്ചിരുന്നു. കുത്തിമറിഞ്ഞെത്തിയ തിരകൾ ജനവാസ മേഖലകൾ കടന്നുപോയപ്പോൾ ജീവൻ ബാക്കി വച്ചതു തന്നെ ഭാഗ്യം എന്ന് കരുതുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ. പുത്തൻതോട് കടപ്പുറം മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളായ കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ് എന്നിവിടങ്ങളിലെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി താറുമാറാക്കി. കണ്ണമാലിയിലെ 7-ാം വാർഡിൽ നിരവധി വീടുകളാണ് കടൽക്കയറ്റത്തിന്റെ ആഘാതത്തിൽപ്പെട്ടത്. കടൽത്തിര പാഞ്ഞു കയറി വീടിന്റെ മതിലും വരാന്തയിലെ ചില്ലു ജനാലകളും തകർത്തു. ചില വീടുകൾക്ക് മേൽക്കൂരയുമില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതിനാൽ ഇവിടങ്ങളിൽ കടൽക്കയറ്റത്തിന് കുറച്ച് ശമനമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷത്തിനൊപ്പം കടൽക്കയറ്റം കലുതുള്ളി ജനവാസ മേഖലകളിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ സംഭവിച്ച ദുരിതങ്ങളും തുടർന്ന് അനുഭവിച്ച പ്രയാസങ്ങളും ഇവിടങ്ങളിലെ അമ്മമാർ ഷെഗ്യാന ന്യൂസിനോട് പങ്കുവച്ചു. അത് കഴിഞ്ഞിട്ട് കടൽ കയറുന്ന വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെയും കടൽ കയറി. അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇപ്പോൾ ഇത് മുഴുവനും ഇതായി. ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയിൽ, വെള്ളമില്ല, ടാങ്ക് പൊട്ടി, അവിടെ നിന്നും വെള്ളം ഇല്ല, പൈപ്പ് വെള്ളവും ഇല്ല. ഞങ്ങൾ കടൽ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ വെള്ളം കയറി അതെല്ലാം തുടച്ച് തൂത്ത് കഴിയുമ്പോൾ അടുത്ത വെള്ളം ഇങ്ങോട്ട് വരും. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച 3 പ്രാവശ്യം അടിച്ചു തുടക്കേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ അവിടെ കിടന്നതിന് ഉറങ്ങേണ്ടിയും വരും. ചില ആരും വന്നൊന്ന് അന്വേഷിക്കേ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ഒരു മനുഷ്യർ വന്നില്ല. ഇപ്പോൾ ഈ വെള്ളം കയറ്റമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പറയാനാണെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ടും കർത്താവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു വിളിയുടെ ഒരു സമാധാനത്തിൽ ഞങ്ങൾ ജീവിച്ചത്. സത്യം അതെ. ആ വ്യാഴാഴ്ച ഒരു കാറ്റ് വന്ന് പെരയുടെ ഒരു വശത്തെ ഓടെല്ലാം പറന്നുപോയി. ബാത്റൂമിൻ്റെ ഇതെല്ലാം പിന്നെ ഷീറ്റൊക്കെ എല്ലാം പറന്നുപോയി. വാതിൽ നോക്കുമ്പോൾ പടിഞ്ഞാറ് വശമാണ് വാതിൽ. കടൽ പോയിൻ്റെ വാതിൽ ഇങ്ങനെ നിൽക്കണേണ്, തള്ളി പിടിച്ചോണ്ട് നിൽക്കണേണ്. ആ കാറ്റ് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞോളൂ വിളിച്ച് കരഞ്ഞെന്ന് പറഞ്ഞ പോലെ എന്നിട്ടാണ് ആ കാറ്റൊന്ന് ശമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് ആരുമില്ല എൻ്റെ വീട്ടിൽ. ഞാൻ ഓർത്ത് ഞാൻ ചത്തു, എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മരിച്ചു. അങ്ങനെ കുറേ വിചാരിച്ചു. അത്ര ഇതാണെന്ന് ഞങ്ങളുടെ ഒരുപാട് പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടു പോയി. സങ്കടമായിരുന്നു ഞങ്ങൾക്ക്. കാര്യം വെച്ചാൽ 2 ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. കൊച്ചുകുട്ടികൾ മുതൽ വാർദ്ധക്യത്തിൽ എത്തിയവർ വരെ ഓരോ വീടുകളിലുമുണ്ട്. കടലാക്രമണത്തെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഇവർക്കെങ്കിലും വേണ്ടത്ര സംരക്ഷണം ഒരുക്കാൻ സാധിക്കാതെ വരുന്നതിലുള്ള നിസ്സഹായ അവസ്ഥയും നമ്മുടെ കരളലിയിപ്പിക്കും. സാംക്രമിക രോഗങ്ങൾ പരത്താൻ സാധ്യതയുള്ള മാലിന്യം നിറഞ്ഞ ചുറ്റുപാട്, കുടിക്കാൻ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത സ്ഥിതി, ഭരണകൂടങ്ങളുടെ നിഷ്ക്രിയത്വം എന്നിവ കടലുകയറ്റത്തിന് ശേഷമുള്ള തീരത്തിന്റെ മക്കളുടെ തീരാ നൊമ്പരങ്ങളാണ്. തീരദേശത്തിൻ്റെ ദുരിതമെന്ന് പറയുന്നത് നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് തുടരുന്ന പ്രശ്നമാണ്. പല രീതിയിൽ അത് മാറി മാറി വന്ന സർക്കാരുകളുടെ മുൻപിൽ KCBCയും KRLCCയും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ പരിഹാര നിർദ്ദേശങ്ങളും നമ്മൾ വച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാർ തുടക്കകാലത്ത് വലിയ ആവേശത്തോടെ 10 ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഈ ഭരണകാലഘട്ടം കൊണ്ട് പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. അങ്ങനെയാണ് ചെല്ലാനം ടെട്രാപോഡ് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മാണം തുടങ്ങി വയ്ക്കുന്നത്. 10 കിലോമീറ്ററിന് ഭരണാനുമതി എല്ലാം കൊടുത്ത് പണി തുടങ്ങി. 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പണം തീർന്നു എന്നൊക്കെ പറഞ്ഞ് അത് അവിടെ നിർത്തി. പിന്നീട് യാതൊന്നും മുന്നോട്ട് നടന്നിട്ടില്ല. എല്ലാ വർഷവും ഇതുപോലെ കടൽ അടിച്ചു കയറുകയും വീടുകൾ നഷ്ടപ്പെടുകയും ജനങ്ങൾ അവിടുന്ന് മാറിപ്പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ഈ ജനത്തോടുള്ള ഒരു പ്രതിജ്ഞാബദ്ധത ഇല്ലായ്മയാണ് ഇതിനകത്ത് കാണുന്നത്. പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പല ഭാഗത്തും വർഷങ്ങളായി കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. ചിലയിടത്ത് പേരിനു പോലും കല്ലുകളില്ല. മഴക്കാലത്തിനു മുന്നോടിയായി കടലോരത്ത് ഒരുക്കേണ്ട താൽക്കാലിക സുരക്ഷ ഒരുക്കാതിരുന്നത് ഇത്തവണ സാഹചര്യങ്ങൾ വഷളാക്കി. മുൻ വർഷങ്ങളിൽ കാലവർഷത്തെ തുടർന്ന് കടലോരത്ത് മണൽ ബാഗുകളും ജിയോ ബാഗുകളും ഉപയോഗിച്ച് താൽക്കാലിക ഭിത്തിയും ഒരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ അതുപോലും നടന്നിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. 4 ദിവസത്തെ അതിരൂക്ഷമായ കടൽക്ഷോഭത്തിന് ശേഷം കൊച്ചി കണ്ണമാലി തീരത്തെ ജനങ്ങൾ അതീവ പ്രതിസന്ധിയിലാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ഇവിടുത്തുകാരുടെ ജീവിതം വളരെ ദുസ്സഹപൂർണ്ണമാകും. ക്യാമറമാൻ സനു മാത്യുവിനൊപ്പം റിജോ സീവിയർ, ഷെഗ്യാന ന്യൂസ്, കൊച്ചി.